നമുക്ക് ഒരു അതിഥി കൂടി വന്നു വീണ്ടും അടുത്തയാൾ അല്ലേ? അതെ, ഒരു ചെറിയ കുട്ടിയാണ്. പേരെന്താ മോളെ? ആമി. ആമി. ആമി മാധവിക്കുട്ടീനെ അറിയോ? വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. അങ്ങനെയാണോ ഈ പേര് വീട്ടിൽ അച്ഛനും അമ്മയും വായിക്കുന്നവരാണോ? അതെ അതെ, അച്ഛനമ്മയും വായിക്കുന്നവരാണ്. ആരെ പേരിട്ടെ? അച്ഛൻ. അച്ഛനിട്ട പേരാണ് ആമി. നല്ല പേര്. ആമി എവിടെ നിന്നാണ്? ഞാൻ തൃശ്ശൂർ ജില്ല. എന്താണ് ഐറ്റം? കഥാരചന മലയാളം. കഥ കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്നലെ കഴിഞ്ഞതാണ് മത്സരം. എന്തായിരുന്നു വിഷയം? വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചികൾ. എന്ത് ഘടികാര സൂചികയാണ് ആമിയുടേത്? ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചു കാലത്തൊരു പണ്ടത്തെ ഒരു പത്രമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ വടയമ്പാടിയിലെ ഒരു ജാതി മതിലിനെ കുറിച്ചിട്ട് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ തുടർന്നുള്ള സമരങ്ങളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് എഴുതിയത്. ജീവിതം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി അത്തരത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് സ്കൂളിലോട്ട് പോകുമ്പോൾ തന്നെക്കാൾ വേഗത്തിലോടുന്ന ജീവിതത്തിൽ എത്ര മതിലുകൾ ചാടിക്കടന്നു പോകണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് എഴുതിയത്. ആമയ്ക്ക് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ വളരെ വേഗത്തിൽ ഘടികാര സൂചി പാഞ്ഞു പോകുന്നതിനിടയ്ക്ക് നമ്മൾ പിന്നോട്ടായി പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാ? ഞാൻ ആദ്യമായിട്ടാണ് സംസ്ഥാന കലോത്സവത്തിന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിന് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ കലോത്സവത്തിൽ ഉപജില്ലയിൽ എനിക്ക് സെക്കൻഡായിരുന്നു കഥാരചനയ്ക്ക്. അത് അപ്പീൽ കൊടുത്തിട്ടും പോയില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കഥ എല്ലാ മറ്റു നിൽക്കാത്തത് കൊണ്ട് പിന്നോട്ടായി പോകുന്നതാണോ എന്ന് തോന്നിപ്പോയോ? കഥ എപ്പോഴാണ് എഴുതി തുടങ്ങിയത്? ഒരു 4ാം ക്ലാസ് തുടങ്ങുമ്പോഴാണ് വായിക്കാൻ തുടങ്ങുന്നത്. ഏറ്റവും ഇഷ്ടം വായിക്കാൻ കഥകളാണോ? എന്താണ് വായിക്കാൻ? നോവലുകളാണ് കൂടുതൽ വായിക്കാൻ ഇഷ്ടം. ആരുടെയാണ് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ? ഏതാണ് ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം? ഏകാന്തതയുടെ 100 വർഷങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സീരിയസ് ആയിട്ട് ഇറങ്ങുകയും ചെയ്യും. ഏകാന്തതയുടെ 100 വർഷങ്ങളിലെ ഏറ്റവും ഇഷ്ടം ഉർസുലയാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം ഫെർമിന ദാസെ ഉർബിനോനാണ്. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നില്ല, കാരണം അതൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. ഏകാന്തതയുടെ 100 വർഷങ്ങൾ അങ്ങനെ ഒരു നൂറ്റാണ്ട് കൊണ്ടും പറഞ്ഞാൽ തീരാത്തൊരു കാവ്യമാണ് അതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹെയർ സ്റ്റൈൽ പ്രേമലുമാണോ അതോ അതെങ്ങനെ തന്നെയാണോ? കൂടി അപ്പൊ ആമിയെ പരിചയപ്പെടാണല്ലോ ഈ കസേരയിൽ ആമിയെ കൊണ്ടെത്തിച്ചത്. അല്ല, ഇവിടെ എല്ലാവരും നമുക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു വേദിയാണ്, എല്ലാവർക്കും വരാം. അപ്പൊ ആമിയെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. പ്രേക്ഷകർക്കും ഐറ്റം ഉണ്ടോ കയ്യിൽ? ഇപ്പൊ നാടകമുണ്ട്. പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? പാട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, പാടണമെങ്കിൽ പാടിക്കോ. അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടേ. പാടിക്കോ, ചെറിയൊരു പാട്ട് പാടാം. പിടയുന്നൊരെന്റെ ജീവന് കിനാവു തന്ന കൺമണി, നീയില്ല എങ്കിലെന്നിലെ പ്രകാശമെല്ലിനി, മിഴിനീരു പെയ്തമാരെ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി. ഇതാണോ വേണമെങ്കിൽ പാടാമെന്ന് പറഞ്ഞത്? ആമി, ഞാനൊരു സജഷൻ പറയട്ടെ. നീ കഥ എഴുതാൻ മാത്രമല്ല പാട്ട് പാടാനും അമ്മയ്ക്ക് ശ്രമിക്കാറുണ്ടോ? ശ്രമിച്ചിരുന്നു, പക്ഷെ ഇത്തവണ കേറാൻ പറ്റില്ല. തളരരുത് രാമൻകുട്ടി, കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയായി നോക്ക്. പിന്നെ കലോത്സവ വേദികളല്ലല്ലോ നമ്മുടെ അവസാന വാക്കെന്ന് പറയുന്ന. വേദികളിൽ എമ്പാടും ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ കാലമല്ല, ഒരുപാട് വേദികളുണ്ട്.